ആകാശവാണി സായന്തന സ്വർഗം നാടകം. രചന വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകുന്നവർ എസ് അയ്യപ്പൻ നായർ, താമരക്കുളം മണി, ചന്ദ്രിക വിജയൻ, ജിക്കു ഇലഞ്ഞിക്കൻ, ശ്രീകല GR, എസ് സാജുമോൻ, രാകേഷ് MS, ശാൽമ നന്ദ. സംവിധാനം റൂബി ബാബു. സായന്തന സ്വർഗം ഒന്നാം ഭാഗം. എന്താ കനകൻ സാറേ ഈ സമയത്തൊരു വിളി? ഓഹോ, അത് ശരി. അപ്പോൾ അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. ഓ, അപ്പോൾ ഞങ്ങളങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ച് ടൂറൊന്നും പോകാറില്ല. മക്കളും കൊച്ചുമക്കളും ഒക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യും. പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോകും. നടക്കട്ടെ നടക്കട്ടെ, മക്കളുടെ ആഗ്രഹങ്ങൾ പോലും നടക്കട്ടെ. ശരി, ശുഭയാത്ര. ആരാ രവിയേട്ട വിളിച്ചത്? നമ്മുടെ പെൻഷൻ സംഘടനയിൽപ്പെട്ട ഒരു സുഹൃത്താ, സപ്ലൈ ഓഫീസിൽ നിന്ന് പെൻഷനായ കനകനെ. അയാളും കുടുംബവും ടൂറിന് പോകുന്ന കാര്യം പറഞ്ഞതാ. എന്താ ശാന്ത നീ ചിരിച്ചു കളഞ്ഞത്? പറയൂ. മക്കളും കൊച്ചുമക്കളും ഒക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമെന്നും പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമെന്നും ചേട്ടൻ പറഞ്ഞതോർത്ത് ചിരിച്ചതാ. അല്ലാതെ ഞാൻ എന്ത് പറയണം? എങ്ങും നമ്മൾ ടൂറ് പോയിട്ടില്ലെന്നും മാസാമാസം ലാബിൽ പോയി ഷുഗറും കൊളസ്ട്രോളും നോക്കുമെന്നും അതിൻ്റെ റിസൾട്ടും കൊണ്ട് ഡോക്ടറെ പോയി കാണുമെന്നും ഒക്കെ പറയണോ? നമുക്കതേ പറഞ്ഞിട്ടുള്ളൂ. ആ വിഷയം കള. ചേട്ടനെ ശങ്കരൻകുട്ടി ഒന്ന് വിളിക്ക്. അവർ പോയിട്ട് സമയം ഏറെ ആയില്ലേ? ഞാൻ 2-3 തവണ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. വഴിയിലാരേലും കണ്ട് സംസാരിച്ച് നിൽക്കുന്നതായിരിക്കും. എന്നാലും ഇവിടുന്ന് വിളിക്കുന്ന ഫോൺ കണ്ടാൽ ഉടനെ അവൻ എടുക്കേണ്ടതല്ലേ? കൂടുതൽ സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റാണോ താൻ കൊടുത്തുവിട്ടത്? ഇല്ല, സദാനന്ദൻ്റെ കടയിൽ സാധനം വാങ്ങിയിട്ട് തിരികെ വരുന്ന വഴിക്ക് ഒരു കവർ പാലും കൂടെ വാങ്ങണമെന്നേ പറഞ്ഞുള്ളൂ. സൗമോനാ? പതിവ് പോലെ സ്പീക്കറിലിട്ടേരെ. ഹലോ, പറ സൗമോനെ. അമ്മേ, ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ടൂർ പോവുകയാണേ. സ്കോട്ട്ലൻഡിലെ കമ്പനി ചെലവിലാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങിന് പോവുകയാ. അല്ല, അച്ഛൻ എവിടെ പോയി? അച്ഛൻ എവിടെ പോകാനാ, ഇവിടെ ഉണ്ട്. ഞാനേ സ്വല്പം തിരക്കിലാ, എത്തിയിട്ട് വിളിക്കാം. ഓക്കെ. പിന്നെ ഹലോ ഹലോ, കട്ടായി ചേട്ടാ. തിരക്കല്ലേ, കട്ടാകും. ഒരു തിരക്കും ഇല്ലാത്തത് നമ്മൾക്കല്ലേ. അല്ല, താൻ എന്താ അവനോട് പറയാൻ തുടങ്ങിയത്? അവൻ്റെ ഇളയ മോക്ക് ജലദോഷമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്തിനാ ശാന്തേ നമ്മൾ അതൊക്കെ അന്വേഷിക്കുന്നത്? പിന്നെ ഒരു ചടങ്ങിന് ചോദിക്കാം. ഇങ്ങോട്ടുള്ള അന്വേഷണങ്ങൾക്ക് അവരാരും ഒരു താല്പര്യവും കാണിക്കുന്നില്ലല്ലോ. ദേ ശങ്കരൻകുട്ടി വന്നു. എന്തു പറ്റി? ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. അയ്യോ, ഫോൺ സൈലന്റ് ആയിരുന്നു. സദാനന്ദൻ്റെ കടയിൽ ചെല്ലുമ്പോൾ ഫോൺ സൈലന്റ് ആക്കണമെന്ന് നിർബന്ധമാണോ? വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു. അമ്മയ്ക്ക് പനിയും ശ്വാസം മുട്ടലും. പിന്നെ ഞാൻ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയി. ഡോക്ടറുടെ മുറി കയറിയപ്പോൾ ഫോൺ സൈലന്റ് ആക്കിയതാ, പിന്നെ ഓണാക്കിയില്ല. അമ്മയ്ക്കിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറ. കുഴപ്പമില്ല, ഇഞ്ചക്ഷൻ എടുത്തു, കുറച്ച് ഗുളികയും തന്നു. പിന്നെ വഴിക്ക് വെച്ച് ജോർജ് അച്ചായനെയും ഭാര്യയും കണ്ടു. ഏത് ജോർജ് ചായൻ? 2 ആഴ്ചയ്ക്ക് മുമ്പ് വീടൊക്കെ അടച്ചു പൂട്ടിയിട്ട് ദൂരെ എങ്ങാണ്ടൊരു സ്ഥാപനത്തിൽ താമസിക്കാൻ പോയ. ഓഹ്, നമ്മുടെ പാവയ്ക്കാത്തോപ്പിലെ ജോർജിൻ്റെ കാര്യമാണോ നീ പറയുന്നത്? അതെ. അവർ താമസം മതിയാക്കി തിരിച്ചു പോരുന്നോ? അതൊന്നും പറഞ്ഞില്ല. ബാങ്കിൽ 1-2 കാര്യം സാധിച്ചിട്ട് വരുന്ന വഴിയാ. അവർ രണ്ടുപേരും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. അച്ചായനും ഭാര്യയുണ്ട്. കാറ് നിർത്തി പറഞ്ഞിട്ടങ്ങ് പോയി. പിന്നെ ഞാനിപ്പോൾ വീട്ടിലോട്ട് പോകുകയാ. അമ്മയ്ക്ക് വയ്യാതിരിക്കുകയല്ലേ. രാത്രിയിൽ അസുഖം വല്ലതും കൂടിയ അച്ഛൻ ഒറ്റയ്ക്കൊന്നും ചെയ്യാനൊക്കില്ല. നീ പൊയ്ക്കോ, ഇന്ന് രാത്രി നീ വരണ്ട. ഞങ്ങൾക്കിപ്പോൾ അസുഖമൊന്നും ഇല്ലല്ലോ. അമ്മയ്ക്ക് മരുന്ന് കൃത്യമായി എടുത്ത് കൊടുക്കണേ.
എന്ന് വെച്ച് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. നീ സമാധാനമായിട്ട് പോ. എന്തേലും അത്യാവശ്യം വന്നാൽ ഞങ്ങൾ വിളിക്കാം. നല്ല മഴക്കാറുണ്ട്, ഇടയ്ക്കിടെ തണുത്ത കാറ്റുമുണ്ട്. രണ്ടുപേരും അകത്ത് കയറിയിരിക്കെ. ഈ പാലെടുത്ത് ഫ്രിഡ്ജിൽ വെക്ക്. ശങ്കരൻകുട്ടി പറഞ്ഞത് ശരിയാ, തണുത്ത കാറ്റുണ്ട്. എന്നാലും എന്തിനായിരിക്കും ചേട്ടാ ജോർജ് അച്ചായന് ഭാര്യയും വരുന്നത്? ഞാനും അത് തന്നെ ആലോചിച്ചത്. എന്തേലും തക്കതായ കാര്യം കാണും. എൻ്റെ സംശയം വിദേശത്ത് ജോലിയുള്ള നമ്മുടെ മക്കളെ കൊണ്ട് എന്തേലും കാര്യം സാധിക്കാനായിരിക്കുമോ? അയാൾക്കെന്തിനാ നമ്മുടെ മക്കളുടെ സഹായം? അയാളുടെ 3 മക്കളും മരുമക്കളും വിദേശത്തുണ്ടല്ലോ. വാ, നമുക്കകത്ത് കയറാം. അവരാടോ വന്നത്? ആ, നമസ്കാരം. നമസ്കാരം. ഇങ്ങോട്ടിരിക്കില്ലേ കുട്ടി? കുടിക്കാൻ രണ്ടുപേർക്കും എന്താ എടുക്കേണ്ടത്? കുടിക്കാനും കഴിക്കാനും എന്നതേലും വേണ്ടപ്പോഴേ ഞങ്ങൾ അങ്ങോട്ട് പറയാം. തൽക്കാലം ഒന്നും എടുക്കണ്ട. ശങ്കരൻകുട്ടി ഇങ്ങ് എത്തിയില്ലേ ടീച്ചറെ? അവൻ വന്നിട്ട് പോയി. അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് ഇന്നിനി അവൻ വരില്ല. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ആ, ശങ്കരൻകുട്ടിയുടെ അമ്മ കുറച്ച് നാൾ സുഖമില്ലാതായ നിങ്ങൾക്ക് കൂട്ടുകിടക്കാൻ അവൻ വരുമോ? അതിപ്പോ അല്ല, എന്താ ജോർജ് കുട്ടി ഇപ്പോൾ അങ്ങനെ ഒരു സംശയം ചോദിച്ചത്? ഇനിയും ചില സംശയങ്ങൾ എനിക്കുണ്ട്. ആഹാ. രണ്ടുപേരും മറുപടി പറയണം, പക്ഷേ ഉത്തരം വ്യക്തമായിരിക്കണം. ചോദിക്കേ, അറിയാവുന്നതാണെങ്കിൽ പറയാം. ശരി, ആദ്യത്തെ ചോദ്യം. നിങ്ങൾ രണ്ടുപേരും ഇത്രയും നാൾ ജീവിച്ചത് ആർക്കു വേണ്ടിയാ? ഇത് കണ്ടോ ചായ? രവി സാറ് ശാന്ത ടീച്ചറെ നോക്കുന്നു, ശാന്ത ടീച്ചർ രവി സാറിനെ നോക്കുന്നു. ഉത്തരം രണ്ടുപേർക്കും കിട്ടുന്നില്ല. ഉത്തരം ഞാൻ പറയാം. ഇത്രയും നാൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. ഉത്തരം ശരിയല്ലേ? പറയേ, എന്താ ഒന്നും മിണ്ടാത്തത്? ഉത്തരം ശരിയാണ്. രവിയേട്ടൻ തല കുലിക്കതേ ഉള്ളല്ലോ. ശാന്ത പറഞ്ഞത് ശരിയാണ്. അടുത്തത് ഞാൻ ചോദിക്കട്ടെ അച്ചായ? ആ, നീ ചോദിക്കേ. ഇനിയുള്ള കാലം നിങ്ങൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ലില്ലി, ദേ ഇവർ വീണ്ടും മുഖാമുഖം നോക്കുന്നത് കണ്ടോ? ഓ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്താൽ ഞങ്ങൾ വലയും. ഞാനും ഇവളും പല സാഹചര്യങ്ങളിലും പരസ്പരം ചോദിച്ച് സങ്കടപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോടിപ്പോൾ ചോദിച്ചത്. പക്ഷെ ഞങ്ങൾക്കതിന് ഉത്തരം കിട്ടി. ഉത്തരവെന്നല്ല, പരിഹാരം കിട്ടി. ജീവിതത്തിൻ്റെ സായാഹ്ന വേളകളിലെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണമെന്നാ ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം. അതിന് ഞങ്ങൾ തിരഞ്ഞെടുത്ത പരിഹാര മാർഗം നിങ്ങൾക്കും സ്വീകരിക്കാം. ശിഷ്ടകാലമെങ്കിലും സ്വർഗമന്ദിർ എന്ന മഹാസ്ഥാപനത്തിൽ താമസമാക്ക്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പരിഹാസം ഏറ്റുവാങ്ങാനുള്ള മനക്കെട്ടി ഞങ്ങൾക്കില്ല ജോർജ്. നാട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരുടെ നാവടച്ചിട്ട് ആർക്കും ഒരു കാര്യവും നേടാൻ ഒക്കത്തില്ല രവിയേട്ടാ. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആകാവുന്ന ഉച്ചത്തിൽ അവർ പരിഹസിക്കട്ടെ. പിന്നെ ബന്ധുക്കൾ, രവിയേട്ടാ, എത്ര ബന്ധുക്കൾ നിങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് ഈ വീട്ടിൽ വരുന്നുണ്ട്? വരും രവി സാറേ. നിങ്ങളിൽ ആരേലും അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ കുറെ ആപ്പിളും ഓറഞ്ചും ഒക്കെ വാങ്ങി കാണാനെത്തും. പിന്നെ ചിലര് മരണവാർത്ത അറിയുമ്പോഴും എത്തും. മരണവാർത്ത അറിയുമ്പോൾ ശവദാഹം എത്ര മണിക്കാണെന്ന് ആദ്യം അന്വേഷിക്കും. അതനുസരിച്ച് പുറപ്പെടും. ശവദാഹം കഴിയുമ്പോൾ തന്നെ സ്ഥലവും വിടും. എന്താ ടീച്ചറെ ഒന്നും മിണ്ടാത്തത്? ഞങ്ങൾ പറഞ്ഞതിൽ എന്തേലും ശരിയല്ലെന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷേ എതിര് പറയണ്ട. ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലത്ത് നിങ്ങളും വരണം. മനസ്സ് തുറന്ന് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് രസിച്ച് പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞ് ജീവിതത്തിന് അർത്ഥമുണ്ട്, ആഹ്ലാദമുണ്ടെന്ന് സ്വർഗമന്ദിറിലെ താമസം നിങ്ങളെ ബോധ്യപ്പെടുത്തും. നിങ്ങൾക്ക് മാത്രം താമസിക്കാൻ AC മുറി,
ടിവിയും റേഡിയോയും അവിടെയുണ്ട്. ഏത് ഭക്ഷണമാ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. കൃത്യസമയത്ത് ഭക്ഷണം മുറിയിലെത്തും. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും അവിടെ തന്നെയുണ്ട്. ഇവിടെ നിങ്ങൾ ഭക്ഷണശേഷം മുഖാമുഖം നോക്കി വിദേശത്ത് പോയ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ സ്വർഗമന്ദിറിൽ പറ്റത്തില്ല. കൃത്യം 9 മണിക്ക് ഹാളിലെത്തണം. ഹാളിലെത്തിയാൽ പിന്നെ അവിടെ ഒരു ഉത്സവമാ. വിവിധ വിഷയങ്ങൾ ചർച്ച, ക്യാരംസ് കളി, തമാശ പറച്ചില്, ചീട്ടുകളി എന്നു വേണ്ട സകലതും. മധ്യവേനൽ അവധിക്കാലം പണ്ട് കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ ആസ്വദിച്ചില്ലേ, അതിനേക്കാൾ 10 മടങ്ങ് ആസ്വദിക്കാം. പിന്നെ ഇടയ്ക്കിടെ അവർ ടൂറിനും കൊണ്ടുപോകും. വൈകിട്ട് കലാപരിപാടികളും ഉണ്ട്. പുറത്തു നിന്ന് വരുന്ന കലാസംഘങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നത് കൂടാതെ നമ്മൾക്കും അവതരിപ്പിക്കാം. ഇപ്പം നിങ്ങളുടെ വൈകുന്നേരം എങ്ങനെയാ? ഇരുവരും ഈ സിറ്റൗട്ടിൽ വന്നിരിക്കും. റോഡേ പോകുന്നവരെ നോക്കി വെറുതെ ഓരോന്ന് ചിന്തിച്ച് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞ് സന്ധ്യ കഴിയുമ്പോൾ അകത്ത് കയറിയിരിക്കും, അല്ലയോ? അതെ, ഞങ്ങളും ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ സുഖവും സന്തോഷവും അനുഭവിച്ച സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ആ സ്ഥാപനത്തിലേക്ക് ആൾക്കാരെ എത്തിച്ചു കൊടുക്കുന്ന ഇടനിലക്കാരാണെന്ന് ഒരിക്കൽ പോലും മനസ്സിൽ തോന്നരുത്. ഏയ് അങ്ങനെ പറയരുത്. നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. പിന്നെ എന്നതാ രണ്ടുപേരും ഒന്നും പറയാതെ ഇങ്ങനെ കല്ലുപോലിരിക്കുന്നേ? സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഈ വീടിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാ. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു വീട്. അറിയാം. വീട് മാത്രമല്ലെന്നേ, വിവിധ ഭാഗങ്ങളിൽ വസ്തുക്കളും ഉണ്ട്. ഇനിയുള്ള കാലം അതൊക്കെ നോക്കിയും ബാങ്കിലിട്ടിരിക്കുന്ന തുകയുടെ പലിശ കൂട്ടിയും കാലം കഴിക്കാനാ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് നടക്കട്ടെ. മക്കളുമാരൊക്കെ അറിഞ്ഞാൽ... ടീച്ചറെ, എല്ലാ കാര്യവും മക്കളെ അറിയിക്കണമെന്നും അവരുടെ അനുവാദം വാങ്ങണമെന്ന് നിയമങ്ങളില്ല. മക്കളുടെ സാമീപ്യം, സമ്പർക്കം ആസ്വദിക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ വിളിയും വർഷങ്ങൾ കൂടുമ്പോൾ വല്ലപ്പോഴും അവധിക്ക് നാട്ടിലെത്തലും അവർ നാട്ടിലെത്തുമ്പോൾ കൊണ്ടുവരുന്ന കമ്പിളി പുതപ്പിനും വാക്കിംഗ് സ്റ്റിക്കിനും നമ്മളെ പോലുള്ളവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? എന്തു മറുപടി പറയണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലാ ഞങ്ങൾ. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരവും അവകാശവും ഒക്കെ നിങ്ങൾക്കാണ്. ആരുടെയും അനുവാദത്തിനും അഭിപ്രായത്തിനും ഒന്നും കാത്തു നിന്നവരല്ല ഈ ഞങ്ങൾ. ഒരു സ്വകാര്യം കൂടി അറിയിക്കാം. ഞങ്ങൾ സ്വർഗമന്ദിറിലേക്ക് പോകുന്ന കാര്യം മക്കൾ അറിഞ്ഞു. അനുകൂലിച്ചോ പ്രതികൂലിച്ചോ അവർ അഭിപ്രായം പറഞ്ഞില്ല. അവര് പറയില്ല ടീച്ചറെ, അവരവരുടെ ലോകത്താണ്. ആ ലോകത്തിൽ നമ്മൾക്കിരിക്കാൻ ഒരു പീഠം പോലും അവർ തരില്ല. മരണവാർത്ത അറിയുമ്പോൾ അവർ വരുന്ന തീയതി പറയും. അതുവരെ മോർച്ചറിയില്ല. ലില്ലി, സമയം വൈകുന്നു, നമുക്കിറങ്ങാം. ഇറങ്ങാം. അതിർവരമ്പുകളില്ലാത്ത സ്വർഗമന്ദിറിലേക്ക് നിങ്ങളും എത്തുമെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഹലോ, എന്താ നീനെ? അമ്മേ, കണ്ണമ്മോനെ സിംഗപ്പൂരിലൊരു കമ്പനിയിൽ ജോലിയായി. ബുധനാഴ്ച 10:30 ഫ്ലൈറ്റിൽ പോകും. അച്ഛനോട് പറഞ്ഞേക്കണേ. ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പം ഇത്തിരി തിരക്കില്ല. കണ്ണമ്മോനെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കണ്ടയോ? അവനും തിരക്കായിരിക്കും ശാന്തേ. അല്ലെങ്കിൽ തന്നെ തുരുമ്പ് പിടിച്ച നമ്മുടെ അഭിനന്ദനങ്ങൾക്ക് അമേരിക്കയിൽ ഒരു മാർക്കറ്റും കാണില്ല. വാ, അകത്ത് കയറാം. മഴ ഉറയ്ക്കുന്നു. ശരി. ശാന്തേ, എന്താ രവിയേട്ടാ? ഉറങ്ങിയില്ലേ താൻ? ഇല്ല, ഉറക്കം വരുന്നില്ല. എനിക്കും. എന്താ താൻ ആലോചിച്ച് കിടന്നത്? ചേട്ടൻ എന്താ ആലോചിച്ച് കിടന്നത്?
അത് പിന്നെ ജോർജ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർത്താ കിടന്നത്. ഞാനും ആ കാര്യം തന്നെ ആലോചിച്ച് കിടന്നത്. അവർ നമ്മളോട് ചോദിച്ചതെല്ലാം സത്യമല്ലേ ശാന്തേ? അതെ, 100% സത്യം. ഇനി ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഈ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. നമ്മുടെ മക്കൾക്ക് എപ്പോഴും തിരക്കാ അല്ലേ ശാന്തേ? ജോർജ് അച്ചായൻ പറഞ്ഞ കാര്യങ്ങൾ മക്കളോടൊക്കെ ഒന്ന് സൂചിപ്പിച്ചാലോ? അവർ എതിര് പറഞ്ഞാലോ? എന്തിനെതിർക്കണം? നമ്മുടെ കാര്യത്തിൽ നമ്മളല്ലേ തീരുമാനം എടുക്കേണ്ടത്. അതെ, നാട്ടിലെ ജോലി രാജിവെച്ചിട്ട് വിദേശത്ത് ജോലിക്ക് പോകരുതെന്ന് സാബുവിനോട് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ട് അവനതനുസരിച്ചോ? അനുസരിച്ചിരുന്നെങ്കിൽ ഉറക്കമില്ലാതെ നമ്മളിങ്ങനെ കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അതെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ എന്ന പ്രമാണമൊക്കെ കാലഹരണപ്പെട്ടു. ഞാനൊരഭിപ്രായം പറഞ്ഞോട്ടെ? അതിനെന്തിനായി എൻ്റെ അനുവാദം? മനസ്സ് തുറന്ന് സംസാരിച്ചും പ്രവർത്തിച്ചുമല്ലേ ശാന്തേ ഈ കാലം അത്രയും നമ്മൾ കഴിഞ്ഞത്. നമുക്ക് പോകാൻ രവിയേട്ടാ. എൻ്റെ മനസ്സും അത് തന്നെയാ പറഞ്ഞത്. എന്നാ പിന്നെ അതിനുള്ള കാര്യങ്ങൾ നീക്കാം. ജോർജ് അച്ചായനെ വിളിച്ചറിയിക്കണ്ടേ? അറിയിക്കാം. ട്രഷറി പോകണം. ഡെപ്പോസിറ്റ് തുക കൂടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഞാനും വരാം. എൻ്റെയും തുകയുണ്ടല്ലോ, അതും മാറ്റണ്ടേ? ഒരുമിച്ചല്ലേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ, ഇനി കിടന്നാൽ ഉണരാൻ വൈകും. പലതും ചെയ്തു തീർക്കാനുണ്ട്. ആ, ഞാൻ കാപ്പിയിടാം. ഓക്കെ. അല്ലേ, എപ്പോൾ എത്തി ഭാനുമതി? ഇന്നലെ ഉച്ചയ്ക്കെത്തി. ആരായി വന്നത്? ബാംഗ്ലൂർ ഭാനുമതിയോ? കളിയാക്കാതെ സാറേ, ഇനി എൻ്റെ ജീവിതത്തിൽ പോകത്തില്ല. മോനും മരുമോളും വേണ്ടത്ര രീതിയിൽ സ്വീകരിച്ചില്ലയോ? സ്വീകരണത്തിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. 2 ആഴ്ച കാലം ശ്വാസം മുട്ടിയാ സാറേ കഴിഞ്ഞത്. അതെന്താ? അവിടുത്തെ കാലാവസ്ഥ പിടിച്ചില്ലേ? കാലാവസ്ഥയ്ക്ക് എങ്ങും ഒരു കുഴപ്പവും ഇല്ല. മഴയത്തും വെയിലത്തും മഞ്ഞത്തും പറമ്പിൽ ജോലി ചെയ്ത് ശീലിച്ച ഞങ്ങൾക്ക് എല്ലാ കാലാവസ്ഥയും പിടിക്കും. പക്ഷേ 5ാമത്തെ നിലയിലെ ഫ്ലാറ്റിലെ താമസം, അയ്യോ, അത് ഓർക്കാനേ വയ്യ. 5ാം നിലയിൽ താഴോട്ട് നോക്കിയതിനാ? അതിനൊന്നും ഞാൻ പോയില്ല. രാവിലെ മോനും ഭാര്യയും ജോലിക്ക് പോകും. സ്കൂൾ ബസ് വരുമ്പോൾ കുഞ്ഞുങ്ങളും പോകും. പിന്നെ ഞാനും തങ്കം ചേട്ടനും മാത്രം. ഇരുന്നങ്ങ് മുഷിയും. TV കാണും, കിടന്നുറങ്ങും. മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ അയലത്തുകാർ ആരെങ്കിലും ഉണ്ടോ? തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസക്കാരില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരു ദിവസം സഹികെട്ട് അടുത്ത ഫ്ലാറ്റിലെ ഒരു സ്ത്രീയെ പോയി കണ്ടു. അവർ കന്നഡയിൽ വർത്തമാനം പറഞ്ഞു. ഞാൻ അപ്പോഴേ തിരിച്ചു പോന്നു. സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചോ? കാണിച്ചോന്നോ? കൊള്ളാം, ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചു. അതൊക്കെ രസമായിരുന്നു. ഫ്ലാറ്റിലെ താമസം സഹിക്കാൻ പറ്റത്തില്ല സാറേ. എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ മുറ്റമടിക്കണം. തങ്കവും ചേട്ടനാണെങ്കിൽ രാവിലെ അലിയാരാശാൻ്റെ കടയിൽ പോയി ചായ കുടിച്ച് ശീലമുള്ള ആളാ. അത് വല്ലതും അവിടെ നടക്കുമോ? ഒരു തവണ കൂടെ പോകണം, അപ്പോൾ ശരിയാവും. അയ്യോ വേണ്ടായേ, വേണ്ട. മനുഷ്യന്മാർ തമ്മിൽ മിണ്ടാതെയും പറയാതെയും കഴിയുന്നതിൽ ഭേദം ചാകുന്നതാ. ആ, പിന്നെ ഒരു ഗുണമുണ്ട്, വിമാനത്തിൽ കയറാൻ പറ്റി. പിന്നെന്തോ വേണം? ഒന്ന് കയറണം സാറേ. മക്കളുമാർ നാട്ടിൽ വരുമ്പോൾ പറയണം. മക്കളുമാർ ഒത്തിരി തവണ പറഞ്ഞതാ, ഞങ്ങൾ താല്പര്യം കാണിക്കാഞ്ഞിട്ടാ അല്ലേ ശാന്തേ? അതെ. മക്കളുമാർ നിൽക്കുന്ന സ്ഥലത്തൊന്നും വിമാനത്തിൽ കയറി പോകണ്ട. തിരുവനന്തപുരത്തുനിന്ന് കയറി കൊച്ചിയിൽ ഇറങ്ങണം. ഒന്ന് കയറിയെന്നാകുമല്ലോ. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ നടക്കൂ. അതൊക്കെ ശരിയാ. പിന്നെ ഞാനൊരു വാർത്ത അറിഞ്ഞല്ലോ. അക്കാര്യം ഒന്ന് അറിയാനും കൂടിയാ ഞാൻ വന്നത്. എന്താ ഭാനുമതി? നിങ്ങൾ രണ്ടും ഇവിടം വിട്ട് എങ്ങാണ്ടേക്ക് പോവുകയാണെന്ന് കൈതക്കീഴിലെ ദാക്ഷായണി പറഞ്ഞു. ആ, തൽക്കാലം അങ്ങനെ ഒരു തീരുമാനത്തിലാ. മക്കളൊക്കെ സമ്മതിച്ചോ? അത് പിന്നെ എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല.
അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും നിർബന്ധമായും പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഹലോ, എന്താടി 3:30 വണ്ടിക്കോ? ആ ശരി ശരി. മോളാ സാറേ വിളിച്ചത്. നാളെ അമ്പലത്തിൽ ഞങ്ങളുടെ കരക്കാരുടെ ഉത്സവമാണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ എത്തും. മോളും കുടുംബവും ഇന്ന് വൈകിട്ട് എത്തുമെന്നാണ് പറഞ്ഞത്. എല്ലാവരും വീട്ടിൽ ഒത്തുകൂടുന്നതാ സാറേ യഥാർത്ഥ ഉത്സവം. അത് ശരിയാ ഭാനുമതി. ആഘോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അടുത്ത വർഷം ഉത്സവത്തിന് ആരൊക്കെ കാണുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ സാറേ? ആ എന്നാ ഞാൻ പോട്ടെ. തങ്കപ്പനെ അന്വേഷിച്ചതായിട്ട് പറയണേ. ശരി. പറഞ്ഞോ നീനെ. മോൾക്കൊരു വിവാഹാലോചന വന്നു. അമേരിക്കൻ വംശജനാ കൊച്ചൻ. മോക്ക് അവനോട് താല്പര്യമുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ എതിർപ്പ് പറഞ്ഞില്ല. 29-ന് എൻഗേജ്മെന്റ് നടത്തുക. ഞാൻ അതിൻ്റെ തിരക്കിലാ. അച്ഛനോടൊന്ന് പറഞ്ഞേക്കണേ. എന്താ മുഖം വല്ലാതായത്? പേരക്കുട്ടിയെ അമേരിക്കൻ വംശജൻ വിവാഹം കഴിക്കുന്നതിൽ അതൃപ്തിയുണ്ടോ? ഞാൻ എന്തിനു അതൃപ്തിപ്പെടണം? ഇഷ്ടപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് ഞാൻ എതിർപ്പ് പറഞ്ഞിരുന്നെങ്കിൽ നീന അമേരിക്കയിൽ എത്തിപ്പെടില്ലായിരുന്നല്ലോ. നാട്ടിൽ ജോലിയുള്ള ഒരുവനെ മരുമകനായി ലഭിക്കണമെന്ന് നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചതല്ലേ ശാന്തേ? അതെ, മകളുടെ ഇഷ്ടത്തിന് മുന്നിൽ നമ്മളുടെ ആഗ്രഹവും ഉപേക്ഷിച്ചു. നമ്മൾ കൊതിച്ചതും മോഹിച്ചതും എല്ലാം മക്കൾക്ക് വേണ്ടി ഉപേക്ഷിച്ചു. ഒടുവിൽ ഒരു കിളി പോലും വന്നിരിക്കാത്ത പാഴ്മരങ്ങളായി നമ്മൾ മാറി. ഇല്ലേ ശാന്തേ? വിഷമിക്കരുത്. ആശ്വസിപ്പിക്കാനുള്ള ശക്തി എനിക്കില്ല. ഒരു കാര്യം കൂടി നമ്മൾ തീരുമാനിക്കണം ശാന്തേ. തീരുമാനിച്ചാൽ മാത്രം പോരാ, രേഖാമൂലം എഴുതി വയ്ക്കണം. എന്താണെന്ന് പറയൂ. നമ്മളിൽ ആര് മരണപ്പെട്ടാലും കഴിയും വേഗം ശവശരീരം സംസ്കരിക്കണമെന്ന് രേഖാമൂലം എഴുതി വയ്ക്കണം. മക്കളെ പ്രതീക്ഷിച്ച് ദിവസങ്ങളോളം മോർച്ചറിയിൽ വയ്ക്കരുത്. രവിയേട്ടാ, എന്തിനെങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? ഇല്ല ഇല്ലടോ, അറിയാതെ ഓരോന്നൊക്കെ ചിന്തിച്ചു പോയടോ. മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു പോയതാ. മരുന്ന് കഴിക്കാൻ സമയമായി. വാ. ആ വരാം. സാവുമോനാ? അമ്മേ, എൻ്റെ അമ്മായിയപ്പനെ സുഖമില്ലാതെ PMC ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പോകണേ. ഞാനിപ്പോൾ കമ്പനിയിലാ കേട്ടോ. പോകണോ ശാന്തേ? ചേട്ടൻ എന്ത് പറയുന്നു? പോകാതിരുന്നാൽ അവരെന്ത് കരുതും? അവരെന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ. ആ, നമ്മൾ പോയില്ലെന്നറിഞ്ഞ സാവുമോന് മനപ്രയാസമായാലോ? ആ, മകൻ്റെ മനസ്സിലുണ്ടായേക്കാവുന്ന നേരിയ വേദനയെക്കുറിച്ച് പോലും തൻ്റെ മനസ്സിൽ ഉത്കണ്ഠ. പരിശുദ്ധമായ മാതൃഹൃദയത്തിൻ്റെ സ്നേഹസ്പന്ദനം. ആ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും നമ്മളെ അറിയിക്കുമായിരുന്നല്ലോ. അതിനെല്ലാം നമ്മൾ പോയിട്ടില്ലേ? മുട്ടുവേദന കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഞാനും ശ്വാസം മുട്ടലിനും ഷുഗറിനും മരുന്ന് കഴിക്കുന്ന താനും 30 കിലോമീറ്റർ ദൂരത്തുള്ള ആശുപത്രിയിലെത്തി അവരെ കാണണം അല്ലേ? നമുക്ക് മനസ്സില്ലെങ്കിലോ? രവിയേട്ടാ, മക്കൾ വർഷങ്ങളായി ഇവിടെ ഫോൺ ചെയ്യുമല്ലോ. ഒരിക്കലെങ്കിലും നമ്മുടെ രോഗകാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? എന്ത് ഭക്ഷണമാണ് കഴിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? മതി പറഞ്ഞത്. രവിയേട്ടന് താല്പര്യമില്ലെങ്കിൽ ഞാനുമില്ല. യാത്ര ചെയ്യാൻ പറ്റിയ ശാരീരിക അവസ്ഥയല്ലെന്ന് നീനയുടെ അമ്മായിയമ്മ അങ്ങ് വിളിച്ചറിയിച്ചേക്കൂ. അതെ, ഞാനും അത് തന്നെ മനസ്സിൽ വിചാരിച്ചത്.
ബഹുമാന്യ നാട്ടുകാരെ, പൊന്നുംകടവ് വാർഡിൽ P885 നമ്പർ കരയോഗാംഗമായ മണലിൻ്റെ വീട്ടിൽ തങ്കപ്പ പണിക്കരുടെ ഭാര്യ ഭാനുമതി അമ്മ പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ട വിവരം വ്യസനസമേതം അറിയിച്ചു കൊള്ളുന്നു. പരേതയുടെ ശവസംസ്കാരം നാളെ വൈകിട്ട് 5 മണിക്ക് സ്വവസതിയിൽ വെച്ച് നടത്തുന്നതാണ്. ഈശ്വര, ഇത്ര പെട്ടെന്ന് പോകുമെന്ന് സാബുവിനെയും നീനെയും വിളിച്ച് വിവരം അറിയിക്കണ്ടേ? അറിയിക്കണം. അവരുടെ വളർത്തമ്മയല്ലേ പോയത്. ഈ നാട്ടിലെ ഉദ്യോഗസ്ഥരായ എത്രയോ ദമ്പതിമാരുടെ കുഞ്ഞുങ്ങളെ വളർത്തിയതാ ഭാനുമതി. ശങ്കരൻകുട്ടിയാ പറഞ്ഞോ? അറിഞ്ഞ്? ഓ ഓ ആ ആ ആ, അത് ശരി. എന്താ ചാന്തേ പറഞ്ഞത്? ഉത്സവത്തിന് വിരുന്ന് വന്ന മക്കളും മരുമക്കളും മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഭാനുമതിക്ക് നെഞ്ചുവേദന വന്നു. പെട്ടെന്ന് അവർ ആശുപത്രിയിൽ എത്തിച്ചു. ഭാനുമതി ഭാഗ്യവതിയാ. ആ, അവസാന സമയത്തും ഏവരുടെയും പരിചരണവും സ്നേഹവും ഏറ്റുവാങ്ങി ഭാനുമതി പോയി. ഇതൊന്നും കിട്ടാനില്ലാത്തവരെ ദൈവത്തിന് വേണ്ട, അല്ലേ ശാന്തേ? മക്കളും മരുമക്കളും ചേർന്ന് ഭാനുമതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും മരണം സ്ഥിരീകരിച്ചപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞതും ഞാൻ മനസ്സിൽ കാണുകയാ ശാന്തേ. സമ്പത്ത് ഒരു ഘടകമല്ല, അതിനപ്പുറം മറ്റെന്തൊക്കെയോ ഉണ്ട്. അർത്ഥം അനർത്ഥമാണെന്ന് നമ്മുടെ അനുഭവം പഠിപ്പിച്ചില്ലേ ശാന്തേ? എന്താ ശങ്കരൻകുട്ടി? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും അതിൽ തൊട്ടിട്ടില്ല. ഞങ്ങൾ ഒരുങ്ങിയിരിക്കുക. ആ ആ ഓ ശരി ശരി. ഇന്നലെ ശങ്കരൻകുട്ടി പാക്ക് ചെയ്ത് വെച്ച ലഗേജ് ഒന്നും ഇനി ഇളക്കരുതെന്ന്. അഥവാ എന്തേലും പുറത്തെടുത്താൽ എടുക്കുന്നത് ആ ബാഗിൽ തന്നെ വെച്ചേക്കണമെന്ന്. എടോ, ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി. ലഗേജിന് സമീപം 2 ബോക്സുകൾ വച്ചിരിക്കുന്നത് താൻ കണ്ടോ? ഇല്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. ആ, എന്നാ പറയാം. എനിക്കും തനിക്കും കഴിക്കാനുള്ള മരുന്നുകൾ പ്രത്യേകം പ്രത്യേകം ബോക്സിൽ നിറച്ച് ഓരോ ബോക്സിന് പുറത്ത് രവിസാർ എന്നും ശാന്ത ടീച്ചർ എന്നും എഴുതി ഒട്ടിച്ചു വെച്ചു. അവൻ്റെ ആത്മാർത്ഥതയിൽ നിന്നുണ്ടാകുന്ന ഉത്തരവാദിത്വ ബോധം. നമ്മൾ ഇവിടം വിട്ടു പോയാലും മാസാമാസം നല്ലൊരു തുക അവൻ അയക്കണം. ശരിയാ ശരിയാ. എന്താണോ ചുമക്കുന്നേ? ഒന്നുമില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അല്ലെങ്കിലും ദീർഘയാത്ര ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഉറക്കം ശരിയാവില്ല. ഞാനും വെറുതെ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. അയ്യോ അയ്യോ, അല്ല, രാവിലത്തെ മരുന്ന് കഴിച്ചില്ലേ? കഴിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, ചേട്ടൻ വിഷമിക്കുമെന്ന് കരുതിയും എൻ്റെ ചോദ്യം കാരണം യാത്ര മാറ്റിവെക്കുമെന്നും സംശയിച്ചുമാ ചോദിക്കാതിരുന്നത്. ഒന്ന് ചോദിക്കണോ? ഈ വീട് വിട്ടു പോകുന്നതിൽ ചേട്ടൻ ഒരു പ്രയാസവും ഇല്ലേ? ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട ചോദ്യമല്ലല്ലോ ശാന്തേ താൻ ചോദിച്ചത്. പലപ്പോഴും ഈ വീടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കും. സ്വർഗമന്ദിറിലേക്ക് പോകണമെന്ന് തീരുമാനമെടുത്ത നാൾ മുതൽ ആ ഓർമ്മകൾ ആവർത്തിച്ചു. അതിൽ കാര്യമില്ല. ഡെഡ് യെസ്റ്റർഡേയ്സ്. നീനമോളാ, ഇങ്ങെടുക്ക്. ഹലോ അച്ഛാ, പിന്നെ ദേവേട്ടൻ്റെ അച്ഛനും അമ്മയും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വരുന്നുണ്ട്. ഈ മാസം 14-ാം തീയതി അവരവിടുന്ന് തിരിക്കും. ചെമ്മീനച്ചാറും കുരുമുളക് പൊടിയും കൊടുത്തുവിടാൻ അമ്മയോട് പറയണേ. നടക്കില്ല, ഞങ്ങൾ രണ്ടും തിരക്കില്ല. ഫോൺ വെച്ചേക്ക്. രവിയേട്ടനെ അത്രയും കടുപ്പിച്ച് പറയരുതായിരുന്നു. അയ്യോ അയ്യോ അയ്യോ. മക്കളുടെ താല്പര്യങ്ങൾ അടങ്ങിയ പാഠപുസ്തകം ടീച്ചർ ഇനി തുറക്കണ്ട. എനിക്കതിഷ്ടമല്ല. അയ്യോ, എന്താ ഒരിക്കലും പതിവില്ലാത്തതുപോലെ ഒരു ടീച്ചർ വിളിയും ദേഷ്യപ്പെടലും ഒക്കെ? സഹിക്കാവുന്നതിൻ്റെ പരിധി കഴിഞ്ഞു. ദേവൻ
അവൻ്റെ മാതാപിതാക്കളെ വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുപോകുന്നല്ലോ. നമുക്ക് ലണ്ടൻകാരനും അമേരിക്കക്കാരിയും ഉണ്ടല്ലോ. നമ്മൾക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ഒരു തവണയെങ്കിലും അവർ ചോദിച്ചിട്ടുണ്ടോ? അവളാ വിളിക്കുന്നത്. എടുക്കടോ. ഹലോ. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് രണ്ടിനും തിരക്കാണെന്ന് പറഞ്ഞല്ലോ. അമ്മയ്ക്ക് എന്താ അവിടെ തിരക്ക്? രണ്ടുപേർക്ക് ഭക്ഷണം ഒരുക്കുന്നതാണോ? 14-ാം തീയതി ദേവേട്ടൻ്റെ അച്ഛനും അമ്മയും. കട്ട് ചെയ്യേ ശാന്തേ. അയ്യോ അയ്യോ അയ്യോ. ശാന്തേ, നമുക്ക് ആശുപത്രിയിൽ പോകാം. എന്തായാലും കാറിപ്പോൾ വരും. ഡോക്ടറെ കണ്ടിട്ട് മതി ബാക്കി കാര്യങ്ങൾ. വേണ്ട, ആശുപത്രിയിലൊന്നും പോകണ്ട. എനിക്കൊന്ന് കിടന്നൊന്ന് വിശ്രമിച്ചാ മതി. വാ, കഥക് തുറക്കാം. വേണ്ട, ഞാൻ ഈ സോഫയിൽ കിടക്കാം. എനിക്ക് കുടിക്കാൻ ഇത്തിരി ചൂടുവെള്ളം വേണം. ഞാൻ പിടിക്കാം. എഴുന്നേക്ക്. പതുക്കെ വാ, പതുക്കെ. കിടന്നോ കിടന്നോ. ഞാൻ വെള്ളം ചൂടാക്കാം. ശാന്തേ, ഫോൺ എടുക്കണ്ട. എഴുന്നേക്ക്, ഞാൻ പിടിക്കാം. ശാന്തേ, ഉറക്കമായോ? ശാന്തേ. എന്റെ ശാന്ത പോയടാ. ടീച്ചറേ എന്തു പറ്റിയതാ സാറേ? ഒരു വാക്ക് പോലും പറയാതെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ശേഖരകുട്ടി, ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരണം. മരണം സ്ഥിരീകരിക്കണം. മക്കളെ അറിയിക്കണ്ടേ സാറേ? ഇപ്പോ വേണ്ട. അവരെ മരണവാർത്ത മാത്രം അറിയിച്ചാ മതി. അവർ എപ്പോൾ എത്തുമെന്ന് ചോദിക്കണ്ട. മൃതദേഹം ഇന്ന് തന്നെ മറവ് ചെയ്യും. ആരെയും കാത്തിരിക്കുന്നില്ല. അത് ശരിയാണോ സാറേ? മരണവാർത്ത അറിഞ്ഞെത്തുന്നവർ മക്കളുടെ കാര്യം ചോദിക്കില്ലേ? ചോദിക്കട്ടെ. അവർ മടങ്ങി വരുന്നതുവരെ ശവം മോർച്ചറിയിൽ വച്ച് കാത്തിരിക്കാമെന്ന് ഞങ്ങൾ മക്കൾക്ക് എഗ്രിമെൻ്റ് എഴുതിയിട്ടില്ല. ഒരു ചോദ്യം കൂടി താൻ കേൾക്കേണ്ടി വരും. മരണാനന്തര ചടങ്ങുകൾ പൂർണ്ണമാകുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ സ്വർഗമന്ദിരത്തിലേക്ക് താമസം മാറ്റും. ജനിച്ച നാടും വീടും ഉപേക്ഷിച്ചിട്ട്. പോയതെന്തിനാണെന്ന് ചോദ്യം വരും. ഒറ്റ ഉത്തരമേ ഉള്ളൂ: സ്വന്തം ഇഷ്ടത്തിനും സന്തോഷത്തിനും അനുസരിച്ച് ജീവിക്കാൻ. അതുപോലെ ശാന്തേ മറുപടി. നീ എന്താ മിണ്ടാത്തത്? സായന്തന സ്വർഗം നാടകം സമാപിക്കുന്നു. രചന വടക്കംതല ശ്രീകുമാർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: രവി എസ് അയ്യപ്പൻ നായർ, ശാന്ത താമരക്കുളം മണി, ശങ്കരൻകുട്ടി എസ് സാജുമോൻ, ജോർജ് ജിക്കു ഇലഞ്ഞിക്കൻ, ലില്ലി ശ്രീകല സിയാർ, ഭാനുമതി ചന്ദ്രിക വിജയൻ, നീന
ശാൽമ നന്ദ, സാബു, രാകേഷ് MS. സംവിധാന സഹായം VN ദീപ, ബിജു കല്ലുവാതിക്കൽ, N സുനിത.